അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. റഹ്മത്തിന്റെ 10 അവസാനിക്കണ രാത്രിയാണെന്ന്. ഈ രാത്രി കൂടി കഴിഞ്ഞാൽ ഇനി അള്ളാഹുവിന്റെ ഇത്രയും വിശാലമായ റഹ്മത്ത് ചോദിച്ചാൽ തന്നെ കിട്ടണമെങ്കിൽ 11 മാസവും 20 ദിവസവും ഇനി വെയിറ്റ് ചെയ്യണം, അല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇനി ലൈലത്തുൽ ഖദർ ഇല്ലേ? ലൈലത്തുൽ ഖദർ ഒക്കെ ഉണ്ട്. അന്ന് നരകമോചനൊക്കെ വിശാലമായി ഇതിലേറെ നൽകപ്പെടും. പക്ഷെ ഇത്രയും റഹ്മത്ത് സപ്ലൈ ചെയ്യുന്ന ഒരു സമയം ഒരു കൊല്ലത്തിൽ വേറല്ല. എന്നാ അതിന്റെ അവസാന രാത്രിയാണ്. ഇന്നും നാളെ പകലിലൊക്കെ ഒന്ന് കൽബ് തട്ടി അള്ളാഹിനോട് ദുന്യാവിലെയും ആഖിറത്തിലൊക്കെ റഹ്മത്ത് ചോദിച്ചാൽ അള്ളാഹു തരും. നമ്മളെ നിസ്കാരത്തിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് 2 ലോകത്തെ റഹ്മത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവസാനം അള്ളാഹു റഹ്മനെ ഒന്ന് കൽബ് തട്ടി ഒരു 11 വട്ടം ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചില ഭാഗ്യവാന്മാരായ ആളുകളുണ്ട്. എന്താ പോലെ ഭാഗ്യം എന്ന് അറിയുന്നത്? അതെല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല. അവർക്ക് ദുന്യാവും ഉണ്ട്, ആഖിറവും ഉണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. ആഖിറുള്ള കുറെ വലിയ ആളുകളുണ്ട്, പക്ഷെ ദുന്യാവിൽ പ്രയാസമുണ്ട്. ദുനിയാവ് സ്വർഗമാക്കപ്പെട്ട പലരും ഉണ്ട്, പക്ഷെ ആഖിറം കിട്ടാത്തവരുണ്ട്. എന്നാ ദുന്യാവും ആഖിറവും ഒരുപോലെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ തൗഫീഖാണ്. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, അതിൽപ്പെട്ട പ്രധാനിയായ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളെയും പ്രത്യേക തരങ്ങൾ, രണ്ടാളും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരാണ്. ചെല്ലിയാക്കാണ് وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي لم دائما أبدا على حبيبك خير. ഈ 10 ആളുകളിൽ ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. അവസാനം പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. പിന്നെ മുഖത്ത് നോക്കി 10 ആളോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ് കേട്ടോ. അതാണ് ഈ 10 ആളുകളിൽ പ്രത്യേകത. എന്നാ ഈ 10 ആളുകൾ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്കുള്ള ഒരു പ്രത്യേക എന്താ അറിയങ്ങള്? ഓല ആ കാലത്ത് ഏറ്റവും വലിയ കോടീശ്വരന്മാരായിരുന്നു. അവരുടെ സമ്പത്ത് ഇന്നത്തെ സമ്പത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്നത്തെ ലോകത്തെ കോടീശ്വരന്മാരിൽ ഏറ്റവും വലിയ സമ്പന്നരൊക്കെ അബ്ദുറഹ്മാൻ ഔഫിന്റെ താഴേക്കാരൻ. അത്രയും ഭയങ്കര മൂലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ രണ്ടാളെയും പ്രത്യേക താരങ്ങൾ, രണ്ടാളും പൈസ കൊടുത്ത് സ്വർഗം വാങ്ങി കൊടുക്കാനാണ്. അതാണ് പ്രത്യേകത. കാശറിഞ്ഞ് വാങ്ങാറില്ല, അതാ ഒരു പരിപാടി. അതായത് മദീന പള്ളിയിൽ ഇവര് സ്വതക്ക കൊടുത്തോടത്തോളം ഒരാള് സ്വതക്ക കൊടുത്തില്ല. നോക്കുവാണി, തബൂക്ക് യുദ്ധത്തിന് ഒരുങ്ങുന്ന സമയമാണ്. ജയ്ഷുൽ ഉസ്റ, പ്രയാസത്തിന്റെ വലിയ ബുദ്ധിമുട്ട് സഹിച്ച സംഘം യുദ്ധം എന്നാണ് ആ സംഘത്തിന്റെ യുദ്ധത്തിന്റെ പേരെന്നെ. വലിയ സൈന്യത്തെ ഒരുക്കണം, കാശൊന്നുമില്ല. നബി തങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് സൈന്യത്തെ ഒരുക്കുക? പള്ളിയിൽ വരുന്നവരോടൊക്കെ പറയും, നിങ്ങളെ സഹായിക്കട്ടോ. കാരണം അത്രയും വലിയ സൈന്യത്തെ ഒരുക്കണം. കാശിൽ എല്ലാവരും വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് അടുത്ത നിസ്കാരത്തിന്റെ സമയമായി പള്ളിയിലേക്ക് വന്നപ്പോ കയ്യിൽ വലിയ ഒരു കിഴിയുണ്ടായിരുന്നു, വലിയ ഒരു കവറ്. ചെറിയ കവറൊന്നുമല്ല. ആ കവറും കയ്യിൽ പിടിച്ചിട്ടാണ് മദീന പള്ളിയിലേക്ക് വന്നത്. മദീന പള്ളിയിൽ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന മുത്തുനബി തങ്ങളില്ലേ, നബി തങ്ങളുടെ മടിയിലേക്ക് ആ കവറങ്ങ് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് കവറിൽ ഉണ്ടായിരുന്നെന്നറിയുമോ? 1000 സ്വർണ്ണ നാണയമാണ്. ഒരു സ്വർണ്ണ നാണയം എത്ര ഗ്രാം ഉണ്ടാവും? അത് കൂട്ടിയൊക്കെ
1 ഗ്രാം ഉണ്ടെങ്കിൽ 1000 ഗ്രാമായില്ലേ? 1000 ഗ്രാമിന് എത്ര പവനായി? 1 കിലോ സ്വർണ്ണായില്ലേ? 1000 ഗ്രാമിന് 1 കിലോ സ്വർണ്ണം. ഇന്ന് 1 കിലോ സ്വർണ്ണം എത്ര ഉറുപ്പിക എടുത്താൽ കിട്ടേണ്ടി? അത് ഒരു സ്വർണ്ണ നാണയം 1 ഗ്രാം ആണെങ്കിൽ അത് 2, 3, 4 ഗ്രാമൊക്കെ ഉണ്ടെങ്കിലോ 1000 സ്വർണ്ണ നാണയം ചാക്കിൽ നിറച്ചിട്ട് കൊണ്ടുവന്നു കൊടുത്തു. മുത്ത ഹബീബിന്റെ കയ്യിൽ കൊടുത്തു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവി പറയുന്നുണ്ട്, നബി തങ്ങൾ ആ സ്വർണ്ണ നാണയം തന്നെ മടിയിലിട്ട് കമീസിലങ്ങണ്ട് നിറച്ചിട്ട് കൈ കൊണ്ട് ആ സ്വർണ്ണ നാണയം ഇങ്ങനെ മറിച്ചിടുകയാണ്. മറിച്ചിടുന്ന സമയത്ത് അവിടുന്ന് ഒരു വർത്തമാനം പറഞ്ഞു, മാ ദർറ ഉസ്മാന മാ അമില ബഅദാ. ഈ ദിവസത്തിന്റെ ശേഷം എന്റെ ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും അള്ളാഹുവിന്റെ സമീപത്ത് ബുദ്ധിമുട്ട് ഏൽക്കുകയില്ല. അത് സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഉസ്മാൻ തെറ്റ് ചെയ്തു എന്ന് വെക്കി, ചെയ്യോന്നല്ല അല്ല വിഷയം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇനി എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും അള്ളാഹിന്റെ സമീപത്ത് ബുദ്ധിമുട്ടിക്കില്ല. ഉസ്മാനെ, നിങ്ങൾ സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ. അതേപോലെ തന്നെയാണ് അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ. ചില യുദ്ധത്തിനൊക്കെ പോകാനാണ് കുടുങ്ങുമ്പോഴേ നബി തങ്ങൾ പറയും, അബ്ദുറഹ്മാനെ കുടുങ്ങിക്കണല്ലോ, പരി നബിയെ 100 ഒട്ടകവും ചെലവും ഞാൻ തരാം. എത്ര ഒട്ടകം? 100 ഒട്ടകം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ ഒട്ടകവും ഒട്ടകത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ അതിനെ മേക്കണാളും പോണാളും അതിനുള്ള മുഴുവൻ ചെലവും ഞാൻ തരാം. ഇന്നത്തെ കണക്കൂട്ടി നോക്കിയാലേ ഒരു 100 ലോറി വാങ്ങണ സിസ്റ്റങ്ങളെന്ന് ആലോചിച്ചു. വേണ്ട, ഒരു 100 കാർ വാങ്ങണ സിസ്റ്റങ്ങളെന്ന് ആലോചിച്ച് നോക്കാണ്. ഏറ്റവും ചെറിയ കാറുകൾ കൂട്ടിക്കോളി. അങ്ങനത്തെ ഒരു 100 എണ്ണം വാങ്ങി എന്റെ ഫുള്ള് ചെലവ് കൊടുക്കണം. അബ്ദുറഹ്മാനെ പോരല്ലോ, എന്നാ നബിയെ 100 എണ്ണം കൂടി തരാം. എന്നാലും തികയില്ലല്ലോ, എന്നാ നബിയെ 100 എണ്ണം കൂടി ആയിക്കോട്ടെ. എന്താ സംഭവം നോക്കാം നിങ്ങൾ. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാ പറഞ്ഞത്, ഞാൻ സ്വർഗം കണ്ടപ്പോ സ്വർഗത്തിലേക്ക് ഇടിച്ചു കയറണതൊക്കെ ഫുഖറാക്കളായിരുന്നു. ഒരു മുതലാളി ഉണ്ട് മുമ്പിൽ. ആരാന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്തേ കാര്യം നേരങ്ങൾ കൊടുത്തിട്ടും. പക്ഷെ ഇത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ഓലൊക്കെ മനസ്സ് അള്ളാഹുൽ തന്നെ കിട്ടും. അതാണല്ലോ അറിയണ്ടേ. നമുക്ക് കുറച്ച് മുതലാണ് കിട്ടുക, പിന്നെ ആഖിറം മറന്നു, പിന്നെ വെറും ദുന്യാവിനാണ് ലയിക്കാണ്. ഇതാണ് ഇവരെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന കാലമാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടി തന്റെ വീട്ടിലെ ഭക്ഷണ തളികയിലേക്ക് വന്നപ്പോ വീട്ടിലുള്ള അടിമകൾ പല ഇനം ഭക്ഷണങ്ങൾ പാചകം ചെയ്തിട്ട് ഇങ്ങനെ ടേബിളിൽ നിരത്തിയിരിക്കുകയാണ്. കാരണം മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനല്ലേ, വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, ഒരുപാട് ഖാദിമീങ്ങളും അടിമകളും തൊഴിലാളികളുമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യാൻ സ്പെഷ്യൽ ജോലിക്കാരുണ്ട്. അവര് പല ഇനം ഭക്ഷണങ്ങൾ ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ നോമ്പ് തുറക്കാൻ അവിടെ ഇരുന്നു. ആ ടേബിളിൽ നിരത്തപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഔഫ് തേങ്ങി തേങ്ങി കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകണത് കണ്ടപ്പോ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളുടെ മനസ്സിലൊരു വിഷമം. എന്തേ ഭക്ഷണത്തിൽ യജമാനന് പറ്റാത്തത് വല്ലതും ഉണ്ടായോ? എന്ത് പറ്റിയെന്നറിയാൻ വേണ്ടി പേടിയോടെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ച സമയം കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കേൾക്കണോ? ഞങ്ങൾ ഉഹദ് യുദ്ധത്തിന് പോയ സമയം എന്റെ സഹോദരനായ മിസ്അബ് ഇബ്നു ഉമൈർ ഉഹദിൽ ഷഹീദാവുകയാണ്. ആ ഭക്ഷണ തളികയിൽ ഇരുന്ന് പറയുകയാണ്, എന്റെ അടുത്ത കൂട്ടുകാരനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദാവുകയാണ്. ബഹുമാനപ്പെട്ടവർ ഷഹീദായപ്പോ മുത്തനബി തങ്ങൾ ഞങ്ങളോട് ബഹുമാനപ്പെട്ടവരെ ഉഹദിൽ തന്നെ കഫൻ ചെയ്ത് കബറടക്കാൻ പറയുകയാണ്. കഫൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയപ്പോ ശരീരമാകെ മൂടുന്ന ഒരു വസ്ത്രം എന്റെ മിസ്അബിന്റെ കയ്യിലില്ല. ആകെ ശരീരത്തിൽ ധരിച്ച ഒരു പുതപ്പിന്റെ കണ്ടമാണ്. ആ പുതപ്പിന്റെ കഷ്ണമെടുത്ത് ഞങ്ങൾ മിസ്അബിനെ കഫൻ ചെയ്യാൻ നോക്കുമ്പോ കാല് മറക്കപ്പെട്ടാൽ തല വെളിവാവുകയാണ്, തല മറച്ചാൽ കാല് വെളിവാവുകയാണ്. ശരീരം മുഴുവനായി ഒന്നും മൂടാൻ പറ്റിയ ഒരു കഷ്ണം തുണി എന്റെ മിസ്അബിന്റെ കയ്യിലില്ല. ഞങ്ങള് നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയെ മിസ്അബിനെ കഫൻ ചെയ്യാൻ മിസ്അബിന്റെ ശരീരത്തിലുള്ള തുണി എങ്ങനെ ഒപ്പിച്ചിട്ട് ഒക്കണില്ല നബിയെ,
തല മറച്ചാൽ കാല് പുറത്താണ്, കാല് മറച്ചാൽ തല പുറത്താണ്, ഞങ്ങൾ എന്താ കാട്ടുക? മുത്തനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആ തുണി കൊണ്ട് നിങ്ങൾ തല മറക്കണേ. കാലിൽ വെളിവാകുന്ന ബാക്കി ഭാഗമുണ്ടല്ലോ, അന്ന് അറബികൾ അവരുടെ വീടൊക്കെ മേയാൻ ഉപയോഗിച്ചിരുന്ന ഇദ്ഖർ എന്ന ഒരു പുല്ലുണ്ടായിരുന്നു. ആ പുല്ല് പറിച്ചിട്ട് മിസ്അബിന്റെ കാല് മറക്കൂ സ്വഹാബാ. ഇത് പറഞ്ഞിട്ടാണ് ഭക്ഷണ ടേബിളിൽ നിന്ന് കരയുന്നത്. എന്റെ മിസ്അബ് മരിച്ചപ്പോ കഫൻ ചെയ്യാൻ ഒരു കഷ്ണം തുണി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലാ അല്ലാ, ഞാൻ ചെയ്ത നന്മകൾക്കൊക്കെയുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ നിന്ന് തന്നെ നൽകപ്പെടുകയാണോ? ഇതോർത്താണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അങ്ങനെ കുറെ മഹാന്മാരുണ്ട് ദുനിയാവും ആഖിറവും കിട്ടിയവർ. അള്ളാഹു നമ്മളെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. ദുനിയാവും ആഖിറവും മുഅ്മിനീങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്ത് ദുആ ചെയ്യണം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും ഹസനത്ത് തരണേ അല്ലാ, ആഖിറത്തിലും ഹസനത്ത് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ 10ാമത്തെ രാത്രിയല്ലേ ഇന്ന്? റഹ്മത്തിന്റെ 10 അവസാനിക്കുന്ന രാത്രിയല്ലേ ഇന്ന്? തറാവീഹ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകളെ ചൊരിഞ്ഞു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കാൻ നിസ്കാരം അല്ലാഹു കാരണമാക്കി തരട്ടെ. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചൊരു മസല ഉണ്ട്, മറുപടി പറയണമെങ്കിൽ മിനിമം 4-5 മിനിറ്റ് ആവും. ഇടങ്ങാറാകൂലെങ്കിൽ ഇന്ന് പറയാം, അല്ലെങ്കിൽ നാളെ മസല മാത്രം പറയാം. എന്താ പറയണ്ടി? ഇന്ന് പറയണോ? അഞ്ഞ മൂളലാണല്ലോ. ആ പറയണം. കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ പറഞ്ഞാൽ അത് മാനിക്കുന്ന വേഗം ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഞ്ഞാക്ക പുറത്തേക്ക് ചാടാൻ നിൽക്കല്ലോ. അല്ല, ഇപ്പൊ കഴിച്ചിലാവും. അത് കേട്ടോളി. ഒരാള് ചോദിച്ചു നമ്മളെ കൂട്ടത്തിലുള്ള, എന്താ ചോദിച്ചാൽ അപ്പൊ അതൊരു വീഡിയോ കണ്ടു. സുബഹിസ്കാരം ഖളാ ഉള്ള ആൾക്കാര് തറാവീന് വന്നാല് തറാവീന്റെ ഒപ്പം എന്താകാം, സുബഹി ഖളാ വീട്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് ഖളാ വീട്ടാൻ പറ്റുമോ? അത് വീട്ടാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ വീട്ടേണ്ടത്? എന്താണ് ഇപ്പൊ അതിന്റെ കോലം? ഇപ്പൊ അങ്ങനെ വീഡിയോ ഇങ്ങനെ പരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും? കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ റമളാൻ വന്നിട്ട് ഫോൺ ഉറക്കാത്തോണ്ടാണ്. അപ്പൊ അത് സംഭവം ഇപ്പൊ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല്, അതിന് ആ മസാല മനസ്സിലാക്കണമെങ്കിൽ അതിന് ആദ്യം ആമുഖം മസാല ഉണ്ട്. എന്താന്ന് ചോദിച്ചാല്, നമ്മളെ ആളുകളുടെ ഇടയിൽ ധാരണ ഒരു മസാലയുടെ ഒരു പകുതി എല്ലാരും മനസ്സിൽ ഓർമ്മ ഉണ്ട്. എന്താ അറിയോ? ഫറള് നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെ ഒരു മസാല അവിടെ ഉണ്ട്, ഫത്വൽ മുഈനിൽ ഉണ്ട്. അപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ എല്ലാരും തറാവീക്ക് വരുമ്പോ വീഡിയോ കോളിമീൻ ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ കുത്തിർക്കും. എന്താടാ തറാവീക്ക് വരില്ല ചോദിച്ചാ, അതെ ഫറള് കുറെ ഖളാ കാണിച്ച് സുന്നത്ത് നിസ്കരിച്ചാൻ പറ്റൂലല്ലോ, സുന്നത്ത് നിസ്കാരം എന്താണല്ലോ, ഹറാമാണല്ലോ, ഞാൻ എന്താ വന്ന് തറാവീ നിസ്കരിച്ചിട്ട്? അങ്ങനെ ഒരു ഞൊണ്ടി ന്യായം പറഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പൊ തറാവി ഒഴിവാക്കൽ തുടങ്ങി. എന്നാ ഞാൻ ഫത്വൽ മുഈനത്തെ മസാല ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഫത്വൽ മുഈനിൽ എന്താ മസാല കാര്യങ്ങൾ? ഒരാൾക്ക് ഇസ്ലാം അനുവദിച്ച കാരണം കൊണ്ടല്ലാതെ ഫർള് നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അനുവദിച്ച കാരണം രണ്ടാണ്. ഒന്ന്, അനിയന്ത്രിതമായ ഉറക്കത്തിൽ പെട്ടുപോവുക. രണ്ടാമത്തെ, മറവി സംഭവിക്കും. ഇതിപ്പോ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും 7 വരെ കടന്നുറങ്ങണോലെ പറ്റിയല്ല ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചാൽ ഓൽക്ക് ഖളാ ആയതിന് ശിക്ഷ ഉണ്ടോ? ഇല്ല. ഒരു നിസ്കാരം എന്തായാൽ മതി, ഖളാ വീട്ടി തീർത്താൽ മതി. അല്ലാതെ നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് അവരുടെ എല്ലാ സമയവും ഈ ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ വിനിയോഗിക്കൽ നിർബന്ധമാണ് എന്ന് അങ്ങനെ മസല ഉള്ളത്. അത്യാവശ്യമുള്ള സമയം പറഞ്ഞാൽ ഒരു ദിവസം പൊടിച്ചു നിൽക്കാൻ ആവശ്യമായ ഉറക്കം, ബാത്റൂമിൽ പോകാനുള്ള സമയം, ഇവൻ അധ്വാനിച്ചാലേ കുടിക്കാർക്ക് ഭക്ഷണം കിട്ടുള്ളെങ്കിൽ ഓർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ചെലവ് ജോലി ചെയ്യാം. ഈ നിർബന്ധ സമയം മാറ്റിവെച്ച് ബാക്കി സമയമൊക്കെ എന്തിൽ ചെലവഴിക്കണം എന്നാ? ഈ ഖളായിൽ ചെലവഴിക്കണം, ഖളാ വീട്ടാൻ ചെലവഴിക്കണം.
അവന്റെ മേലിൽ ബാക്കിയെല്ലാം ഹറാമാണ്. സുന്നത്ത് നിസ്കാരം മാത്രല്ല, വെറുതെ പെരി കുത്തിരിക്കൽ ഹറാമാണ്, മൊബൈൽ നോക്കൽ ഹറാമാണ്, പീഡിക്കോകൽ ഹറാമാണ്, പീഡിയെ കുത്തിരിക്കൽ ഹറാമാണ്, പേപ്പർ വായിച്ചൽ ഹറാമാണ്. ഈ നിർബന്ധിത ആവശ്യങ്ങളല്ലാത്ത വേറെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഹറാമാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഏതും ഹറാമാണ്? സുന്നത്ത് നിസ്കാരം ഹറാമാണ്. കാരണം പറഞ്ഞിട്ടുണ്ടാകുമ്പോ സുന്നത്ത്. ഇങ്ങനെയാണ് എവിടെ മസാല ഉള്ളത്. അപ്പൊ എന്നിട്ട് ഈ മസാലിന്റെ ഞമ്മക്ക് കിട്ടേണ്ട, ഞമ്മക്ക് തറാവി ഒഴിവാക്കാണ് വേണ്ടത്. അപ്പൊ അതിന് കിട്ടേണ്ട ഭാഗം മാത്രം പിടിച്ചിട്ട് അതെ ഫർള് ഖളാ ഉണ്ടാവുമ്പോ എന്താ അവിടെ സുന്നത്ത് നിസ്കാരം, അത് ഹറാമല്ലേ? മതം അനുവദിച്ച കാരണം കൊണ്ടല്ലാതെ ഫർള് ഖളാ ആയ ആളുകൾക്ക് അത് പെട്ടെന്ന് വീട്ടിൽ തീർക്കണം എന്നാണ്. ഓല മുഴുവൻ സമയവും അതിന് ചെലവഴിക്കണം. നിർബന്ധിത ആവശ്യത്തിനല്ലാത്ത സമയം ഒക്കെ നിസ്കാരം ഖളാ വിട്ടണം, ബാക്കിയൊക്കെ ഹറാമാണെന്നാണ്. ഓല് വെറുതെ പേരന്റ് സിറ്റോട്ട് കുത്തിർക്കൽ ഹറാമാണ്, വെറുതെ അങ്ങാടിക്ക് ഇറങ്ങൽ ഹറാമാണ്, എല്ലാ പത്രം വായിച്ചാൽ ഹറാമാണ്, എല്ലാ. കാരണം എന്താ? ഫർനിസ്കാരം ഖളാ ഉണ്ട്, അത് വേഗം എന്താകണം, വീട്ടിൽ തീർക്കണം. അപ്പോ ആ യൂട്യൂബിൽ വന്നതും ആ ഉസ്താദന്മാരും സുബൈസ് കച്ചോളി എന്ന് പറഞ്ഞത് എന്താകണം എന്ന് അറിയങ്ങള്, ഇങ്ങനെ ഞൊണ്ടിന്യായം പറഞ്ഞ കുട്ടികളോടെ ഞങ്ങൾക്ക് ഫർള് ഖളാണ്, പിന്നെ തറാവി നിസ്കരിച്ചാൻ പറ്റാന്ന്, നിങ്ങൾ തറാവി മുടക്കണ്ട, നിങ്ങൾ പള്ളിക്ക് പോരി. എന്നിട്ട് ഇമാമ തറാവി നിസ്കരിച്ചപ്പോ നിങ്ങൾ ബാക്കിൽ നിന്ന് കണ്ട് സുബൈ എന്തേ കളി, ഖളാ വീട്ടി കളി. എന്നാലും എന്തെന്ന് ഒഴിവാകണ്ട, തറാവിന്ന് ഒഴിവാകണ്ടെന്ന് ഇത് പറയണതാണത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോന്നാ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഫർള് നിസ്കരിക്കണോന്റെ പിന്നിൽ സുന്നത്ത് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കരിക്കണോന്റെ പിന്നിൽ ഫർള് നിസ്കരിക്കാം. ഈ മസല ഫത്വൽ മിനാർക്ക് എല്ലാ കിതാബിലുണ്ട്. കറാഹത്ത് പോലും ഇല്ല, ജമാഅത്ത് ശരിയാകും, പക്ഷേ ഖിലാഫുൽ ഔലയാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുബൈ ഖളാ ഉള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു, ഇമാമൻ തറാവി 2 റക്അത്ത് നിയ്യത്ത് വെച്ചു. ഓൻ എന്ത് വെച്ച് നിയ്യത്തക്കണം? സുബൈ എന്ന ഫർള് ഖളാ ആയിട്ട് ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ നിസ്കരിച്ചെന്നെ തറാവിയും സുബൈയും കൂടി കരുതിയാൽ രണ്ടും കിട്ടൂല കേട്ടോ. അവിടെ തറാവി സുബൈന്റെ കൂടെ കിട്ടുമെന്ന് കരുതി കണ്ട് കുത്തിരിക്കരുത്. തറാവി ഒന്നുമില്ല, അവനക്ക് എന്ത് ഖളാ വിട്ടാം? സുബൈ ഖളാ വിട്ടാം. അവന് ഉസ്താദെ ഖുനൂത്ത് ഓതണ്ടേ? ഖുനൂത്ത് സുബൈയില് സുന്നത്തുള്ളൂ, ഖുനൂത്ത് ഒഴിവാക്കിയത് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി മാത്രല്ല, ഖുനൂത്തിന്റെ കൂലി കിട്ടാൻ പത്തുൽമീൻ അടക്കമുള്ള കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ദുആ ദുആർന്നാലും ഖുനൂത്തിന്റെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ റുക്കുൽ റബ്ബനാ ലക്കൽ ഹംദു എന്ന് ചൊല്ലിയതിന്റെ ശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ചൊല്ലിക്കാണ്ട് സുജൂദ് പോലെ എന്തോ കൂലി കിട്ടും, ഖുനൂത്ത് ഓതിയ കൂലി കിട്ടും. ആൾക്കാരെ കണ്ട് വസലാന്ന് തോന്നിന് കൈയൊന്നും പൊന്തിക്കേണ്ട ആവശ്യമില്ല, ഈ കൈ പൊന്തിക്കലൊക്കെ സുന്നത്തുള്ളൂ. ഓൻ കൈ താത്തിട്ടാണ് റബ്ബനാ ലക്കൽ ഹംദു ചൊല്ലിയിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ സുജൂദ് പോയിക്കോട്ടെ. ഇനി വേണ്ട, കൈ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫ്നി ഫീമൻ അഫൈത്, ആ 2 എണ്ണം ചൊല്ലിക്കോട്ടെ, എന്നാലും എന്തിന്റെ കൂലി കിട്ടും? ഖുനൂത്ത് ഓതിയ കൂലി കിട്ടും. കൈ ഒന്നിച്ചും വേണ്ട, എന്നാ ഓനക്ക് എന്താവും ചോദിച്ചു, സുബൈ ഖളാ കൂടും ചോദിച്ചും. ആൾക്കാരൊക്കെ ഓൻ എന്ത് നിസ്കരിച്ചാളുമാണ്. അപ്പൊ ഇത് അങ്ങനത്തെ വളവന്മാരോട് പറഞ്ഞതാകാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾ ആ പേരൊന്ന് പറഞ്ഞാൽ എന്താകരുത്, തറാവി എന്താകരുത്, മുടക്കരുത്. ഓർക്ക് തറാവി മാത്രല്ല പാടില്ലാത്തത്, ഫർള് ഖളാ ഉള്ളവന് ഒരു പരിപാടിയും പറ്റൂല, ബാക്കിയൊക്കെ ഹറാമിന്റെ നിർബന്ധിത കാര്യങ്ങൾ ഒഴിച്ച്. പറഞ്ഞ മസല മനസ്സിലാക്കണോ? ഇന്ന കോലത്തിൽ മനസ്സിലായിട്ടില്ലേ? അത് അത്രയും മനസ്സിലാവുള്ളൂ. കൂടുതൽ ഇന്നെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കി നാളെ പറയാം. ചോദിച്ചാൽ എന്തിനാ വെച്ചാല്, വാട്സപ്പിൽ ഇങ്ങോട്ട് വ്യക്തിപരമായി വേറെയും കുറെ ആൾക്കാർ ആ വോയിസുകൾ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടേ ഇതെന്താ സംഭവം, ഞങ്ങൾ സുബഹിസ്കരിച്ചാൻ പറ്റുമോ ഇല്ലെങ്കിൽ തറാവി, ഇതിങ്ങനെ ആൾക്കാരുടെ ഒരു വസ്വാസം. ഈ വസ്വാസിന്റെ ആളെ കാരണം എന്താ വെച്ചാൽ ഈ ഭാഗം മാത്രമേ എടുത്തു പറയുള്ളത്, ഫർള് ഖളാ ഉള്ളാക്ക് സുന്നത്ത് നിസ്കാരം എന്താണ്, ഹറാമാണ്. അപ്പൊ അതങ്ങനെ കേൾക്കുമ്പോ നാ പിന്നെ അയലാറ നല്ല വെറുതെ വീഡിയോ കോൾ നമുക്ക് ഉത്തരക്കലാന്ന്, അതോ അത് അയലാറ ഹറാമാണ്. ഫോൺ നോക്കലോ അത് അതിലേറെ വലിയ ഹറാമാണ്. വെറുതെ ഒന്ന് കാറ്റുകൊണ്ട് വിശ്രമിക്കാൻ സോഫി കുത്തിരിക്കലോ അതും ഹറാമാണ്, ഹറാം തന്നെയാണ്. ഇന്നത്തെ സുന്നത്ത് നിസ്കാരം. അപ്പൊ ഞാൻ പേരും പറഞ്ഞ് മുടക്കണ്ടാന്ന് കരുതി കണ്ടാണ് ഈ പറയണത്. ഞാൻ അങ്ങനെ ആരെങ്കിലും ഖളാ ഉള്ള ആളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഓലിങ്ങൾ തറാവിന്റെ കൂട്ടത്തിൽ കൂടി കണ്ട് സുബൈ ഖളാ വീട്ടിക്കോളി, ഒരു ദിവസം കൊണ്ട് 10 സുബൈ ഖളാ കൂടി. ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതൊന്നും ന്യായം പറഞ്ഞ് കൈസിലാകണ്ടെന്ന് കരുതി പറഞ്ഞതേ കറന്ന പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതണ്. ഇൻഷാ അല്ലാഹ് ബാക്കി 1-2 മസലനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ പറയാം. ഇന്ന് റഹ്മത്തിന്റെ 10 അവസാനിക്കണം. എല്ലാരും കണ്ണ് ചിമ്മ. അള്ളാന്റെ റഹ്മത്തില്ലാതെ നമുക്ക് ദുന്യാവും കിട്ടൂല, ആഖിറവും കിട്ടൂല. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ സല്ലമ റബ്ബേ, അന്റെ റഹ്മത്തിച്ച് കിട്ടണേന്ന് മനസ്സിലാണ് കരുതിയിട്ട് കണ്ണടച്ചിട്ട് ഒരു 11 വട്ടം ചെല്ലി. എന്നിട്ട് കുറച്ച് ആൾക്കാർ ദ്വാരക്കാൻ വന്നതുകൊണ്ട് നമുക്ക് ദ്വാരന്ന് കണ്ടെടുപ്പിക്കാം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, اللهم ارحمني يا ارحم الراحمين
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ നിസ്കാരവും ഈ മജ്ലിസും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, പരിശുദ്ധ റമളാനിലെ ആദ്യ 10 അവസാനത്തെ രാത്രിയാണെന്ന് നാളെ മഗ്രിബോടുകൂടി റഹ്മത്തിന്റെ 10 ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. ഈ രാത്രിയുടെ ഈ അമലുകളുടെ ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. റഹ്മത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ആകാശത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനാത്തുകൾ നൽകണേ അല്ലാഹ്. റബ്ബേ, നീ ചെയ്തു തന്ന ലക്ഷോപലക്ഷം നിഅമത്തുകൾ റഹ്മത്തുകൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളെ ജീവനും ജീവിതവും ചലനങ്ങളും ആരോഗ്യവും വീടുകളും കുടുംബവും സമ്പത്തും ജോലിയും ബിസിനസ്സും കച്ചവടവും ദർസും പള്ളിയും ശ്വാസോച്ഛ്വാസവും ഞങ്ങളെ മജ്ലിസുകളും റബ്ബേ, ഞങ്ങളുടെ ആന്തരികാവയവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നീ ചെയ്തു തന്ന റഹ്മത്തുകളാണ്. ഒരു സെക്കൻഡ് നിന്റെ റഹ്മത്ത് മാറി നിന്നാൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. എല്ലാ റഹ്മത്തുകളും നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങളെ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. കോഴിക്കോടുള്ള ഒരു സഹോദരൻ തന്നെ മരണപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. തിരൂർ ചമ്രവട്ടത്തുള്ള ഒരു സഹോദരൻ നാളെ നോമ്പ് 10 പങ്ങളുടെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിയുടെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. വെളിച്ചമാക്കണേ അല്ലാഹ്. ചമ്മാട് ഭാഗത്തുള്ള ഒരു സഹോദരൻ തന്നെ മകൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ആ സഹോദരിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഇന്ന് ചെലവ് കൊടുത്തയച്ച വീട്ടുകാർ മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ആ വീട്ടുകാരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മങ്ങാടുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലുള്ള ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഈ ക്ലാസുകൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗം നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ ജോലിയിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.